അതൊരു വലിയ ഗൂര തന്നെയാണല്ലോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സൗമ്യ പോലെ അങ്ങോട്ട് ഒരു സംഭവം നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതേപോലെ അനുഭവമുള്ള ആൾ അവൾക്കും ഉണ്ടായിരിക്കണത്. എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേ എല്ലാവരും റെയിൽവേ സുരക്ഷിതാക്കി എന്ന് റെയിൽവേ ഓരോ ദിവസവും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഈ നമ്മുടെ മക്കളെ രാത്രിയായാലും പകലായാലും ചിലപ്പോൾ അവർക്ക് രാത്രി പോയി വരേണ്ടി വരും, അല്ലെങ്കിൽ പകൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്നോട് ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരാൾ വരാണ്ട് 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ ആ ആളിനോട് അയ്യോ എനിക്ക് ട്രെയിനിൽ വരാൻ ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഓരോന്ന് കേൾക്കുക കാരണം കൊണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിനാ ഒരുപാട് ആൾക്കാരില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു പേടി തന്നെ, പേടി സ്വപ്നം തന്നെ ട്രെയിനിലുള്ള യാത്ര. ഇപ്പം ബസ്സിലും അതായി. ട്രെയിൻ യാത്ര ഭയങ്കര ഒരു പേടി തന്നെയാണ്. കാരണം ഈ കുട്ടികൾക്കൊരു സുരക്ഷിത എന്ന് പറയണത് ഇതിൽ കുട്ടികൾക്കല്ല, സ്ത്രീകൾക്ക് സുരക്ഷിതല്ലേ ഇതിൽ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് സുരക്ഷിതല്ലല്ലോ, അതാണല്ലോ ഇപ്പോൾ ഈ കുട്ടികൾ ജനറലിലേക്ക് കയറുന്നത്. ഒന്നാമത്തെ ഞാൻ പറയട്ടെ, ഈ രാത്രി കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ അവരാദ്യം ചിന്തിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇങ്ങനൊരു സംഭവം ലേഡീസ് കയറിയതല്ലേ സംഭവം, അപ്പം ഞങ്ങൾ ജനറലിൽ കയറിയിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സുരക്ഷിത കിട്ടിച്ചിട്ടാണ് അവർ ജനറലിൽ കയറുന്നത്. പക്ഷേ ജനറൽ ഇപ്പോൾ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എവിടെ കയറി വീഴ്. അപ്പോൾ ആദ്യം റെയിൽവേ ചെയ്യേണ്ടത് ഈ ട്രെയിനിലൊരു സുരക്ഷിത വെക്കുക തന്നെ വേണം. അതിന് അവർക്ക് ഇത് എന്തെന്നെയെന്ന് പറഞ്ഞ് ഇവരിപ്പോൾ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ സൗമ്യയുടെ ഇത് കഴിഞ്ഞപ്പോൾ കുറേ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് അവർ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുറേ സുരക്ഷിതയ്ക്ക് കുറച്ച് പോലീസുകാർ ഇവരെല്ലാം ഇടയിൽ വെച്ച് നിർത്തി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു കുട്ടിയുടെ കാര്യം നടന്നപ്പോൾ ഇതേപോലെ തന്നെ ഇവർ വെച്ചു. ഇനിയിപ്പോൾ ഈ കുട്ടിയുടെ കാര്യം വന്നാലും ഇവർ കുറച്ച് ദിവസം പോലീസ് അങ്ങനെയല്ല. ഒരു ട്രെയിനിൽ ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഇത്രയും മദ്യപിച്ച് ഇങ്ങനെ ആടി ഈ ട്രെയിനിൽ കയറുന്നത് മറ്റുള്ളവർ കാണില്ലേ? ഇങ്ങനെ ഒരുത്തനെ ഈ ട്രെയിനിൽ ഇങ്ങനത്തെ ആൾക്കാർ ട്രെയിനിൽ കയറ്റാൻ പാടുണ്ടോ? ഈ ആൾക്കാർ പണ്ടല്ലാന്ന് പറഞ്ഞിട്ടെങ്കിൽ ട്രെയിനെല്ലാം ഇതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പം എല്ലായിടത്തും ഇപ്പം പല സ്ഥലങ്ങളിലും ഇപ്പം ട്രെയിനിൽ സ്റ്റേഷനിലെല്ലാം അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും സുരക്ഷിത ഞങ്ങളുണ്ട്, എന്ത് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഞങ്ങളവിടെ എത്തും എന്നല്ല. അവർ എത്തും, പോലീസുകാരൻ ഞാൻ ഇത് പറയല്ലേ, അവരെത്തും, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ ട്രെയിനിലുള്ള ഇങ്ങനെ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായി എന്ത് ചെയ്യും? ഇപ്പം ഈ കുട്ടീനെ ചവിട്ടി അതാവരുത്. അങ്ങനെ ഒരിക്കലും ഇത് സംഭവിക്കരുത്. കാരണം ഇത് വാക്കുകൊണ്ട് ചെയ്യേണ്ടതല്ല, ഇത് പ്രവൃത്തിയിൽ ചെയ്ത് കാണിക്കട്ടെ. എനിക്ക് പറയാനുള്ളത് റെയിൽവേക്കാർ ചെയ്യേണ്ടത് അതാണ്. എൻ്റെ മകൾക്ക് പറ്റിയൊരു സംഭവം അന്ന് മുതൽ ഇന്ന് 15 കൊല്ലം 5-8 മാസമായി, ഒരു 16ാമത്തെ കൊല്ലമാണ് ആവണത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പറയുന്ന ഒരു വാക്കാണ്, നമ്മളെ ജനങ്ങളോടും നമ്മളെ എൻ്റെ സൗമ്യയ്ക്ക് പറ്റിയത് ഇനി ഒരാൾക്കും പറ്റരുതെന്ന്. പക്ഷെ ആ കുട്ടിയുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് ഇതേപോലത്തെ ഓരോ നീചകുമാരെ കയ്യിൽ കെട്ടി ഇവരും എടുത്ത് ചാടി ഈ കുട്ടീനെ എന്താ കാടും പൊന്തയാണ് അവിടെയല്ല. എന്തെങ്കിലും സംഭവിച്ച് ഇട്ടു ആരറിയും? ആരറിയും? ഇങ്ങനെയെല്ലാം കുട്ടികളെ എങ്ങനെ ഇതാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ നിന്നല്ല, ഒരു സ്ത്രീയെ പോലും, ഒരു പ്രായമുള്ളൊരു സ്ത്രീ ആയാൽ പോലും അവർക്കും വേണ്ടി ഒരു സുരക്ഷിത അതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്ത് പ്രവൃത്തിയിൽ കാണിക്കുകയാണ് ചെയ്യേണ്ടത് ഇവർ. ഈ റെയിൽവേ നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഈ ട്രെയിനിലുള്ള യാത്രയിൽ സ്ത്രീകളുടെ സുരക്ഷിത അത് റെയിൽവേ ഉറപ്പാക്കണം. അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് എൻ്റെ മകൾക്ക് പറ്റിയത് ഇനിയൊരു മകൾക്ക് പറ്റരുത്. ഈ കുട്ടിയുടെ ജീവൻ എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തെല്ലോ കുറേ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കില്ല ഒരിക്കലും. ചില കുട്ടികൾ ചിലപ്പോൾ ഒറ്റയ്ക്കെല്ലാം യാത്ര ചെയ്യേണ്ട ചില സാഹചര്യങ്ങളെല്ലാം വരും. ഇന്ന് അതാണ് കൂടുതൽ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അച്ഛനമ്മമാർക്ക് ഇപ്പോൾ അവരുടെ പിന്നാലെ നടക്കാനൊന്നും പറ്റില്ല. ഓരോ സ്ഥലങ്ങൾക്ക് അവരെ പഠിക്കാനും കാര്യങ്ങൾക്കും പറഞ്ഞു വിടേണ്ടി വരും, അല്ലെങ്കിൽ ജോലിക്ക് പറഞ്ഞു വിടേണ്ടി വരും. ഇതെല്ലാം ആ സമയത്ത് ഈ ഒരു ബാത്റൂമിൽ പോയ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത്. ഒരു ബാത്റൂമിൽ പോയിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. അത് പറ്റില്ല. ഇത് നമ്മളെ റെയിൽവേ വളരെ കാര്യമായിട്ട് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഞാൻ ഇപ്പോഴും പറയുന്നത്, സൗമ്യയ്ക്ക് പറ്റിയൊരു അനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്, എവിടെ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ട്രെയിനിൽ കൂടെ വീണ്ടും ഇത് ഉണ്ടാവരുത്, അതെനിക്ക് നിർബന്ധമാണ്.